2025 ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറെ പ്രധാന പങ്കുവഹിച്ച നമ്മുടെ മാധ്യമങ്ങളിൽ ഏറ്റവും പകിട്ടോടെ, ഏറ്റവും മാറ്റോടെ ആ കർമ്മം നിർവഹിച്ച വ്യക്തികളെയാണ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഇന്ന് ഈ വേദിയിൽ ആദരിക്കുന്നത്. ഈ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായി മാധ്യമരംഗത്തെ പല പ്രമുഖരും പല അധികായരും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇരട്ടി സന്തോഷം. I am Ardra Balachandran, your master of ceremony tonight. Kerala Cricket Association, as we all know, is the governing body of cricket in Kerala, affiliated to the BCCI, and we celebrated our Diamond Jubilee, our 75th anniversary last year. പ്രവർത്തനത്തിൻ്റെ ഈ 76-ാം വർഷത്തിൽ ഒരുപാട് പ്രൗഢിയോടെ, ഒരുപാട് അഭിമാനത്തോടെയാണ് KCA നിൽക്കുന്നത്. കാരണം നമ്മുടെ മെൻസ് നാഷണൽ ടീമുകളിലേക്ക് നമ്മൾ സംഭാവന ചെയ്ത നമുക്കൊക്കെ സുപരിചിതരായ താരങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ദേശീയ വനിതാ ടീമുകളിലേക്കും മിന്നുമണി ഉൾപ്പെടെ 5 കളിക്കാരെ കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിച്ചു. ക്യാഷ് കേരള എന്നുള്ള പദ്ധതിയിലൂടെ കേരളത്തിൻ്റെ ഭാവി ക്രിക്കറ്റ് തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു പ്രധാന പ്രവർത്തനത്തോടൊപ്പം തന്നെ കേരളത്തെ ഒരു മികച്ച ക്രിക്കറ്റിംഗ് ഇക്കോസിസ്റ്റം ആക്കി മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ 2024 കേരള ക്രിക്കറ്റ് ലീഗ് എന്ന ഈ ഒരു പ്രാദേശിക ക്രിക്കറ്റ് ലീഗ് ആരംഭിച്ചത്. ആൻഡ് ലുക്ക് അറ്റ് വാട്ട് വി ഹാവ് ഡൺ. വെറും 2ാമത്തെ സീസണിൽ തന്നെ സ്റ്റാർ സ്പോർട്സിലൂടെ മാത്രം 4 കോടിയിലധികം ആളുകളാണ് നമ്മുടെ KCL കണ്ടത്. ഫാൻ കോഡിലൂടെ, OTT പ്ലാറ്റ്ഫോമായ ഫാൻ കോഡിലൂടെയും ഏഷ്യനെറ്റ് പ്ലസിലൂടെയുമുള്ള വ്യൂവർഷിപ്പ് വേറെ. To put into context the scale of the reach that we have achieved, Tamil Nadu Premier League, which was in its 10th season last year, got about 2,54,000 viewers. And Karnataka's Maharaja Cricket League, they got about 2,10,00,000 viewers. അവിടെയാണ് വെറും 2 വർഷം പ്രായമുള്ള KCL 4 കോടിയിലധികം വ്യൂവർഷിപ്പ് നേടിയെടുത്തത്. ആൻഡ് വി ആർ ഓൾറെഡി ദ 4th largest cricket league in the country. ഇത് 2 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ യങ് ക്രിക്കറ്റ് ലീഗിന് ഒരു വലിയ കുതിപ്പ് തന്നെയാണ്. ആ ഊർജം മനസ്സിലേന്തി തന്നെയാണ് നമ്മൾ 3ാം സീസണിലേക്ക് കടക്കുന്നത്. Now, before we get into the formal proceedings of this evening, let's take a look at a context-setting video about Kerala Cricket League. Can we have the AV, please? It is all over the Federal Bank KCL Champions 2025. Well, I'm delighted to be here for the auction for Season 2 of the Kerala Cricket League. കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാമത്തെ സീസൺ, ആസ് വി ഓൾ നോ, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ്. കൂടുതൽ മികവോടെ, വിപുലമായ ജനപങ്കാളിത്തത്തോടെ. അപ്പോൾ KCL 2026-ലും വിജയത്തിൻ്റെ സ്കോർ കുറിക്കുന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു അവിഭാജ്യ ഘടകമായി നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം എന്നുള്ള അഭ്യർത്ഥനയുമായി തന്നെ നമുക്ക് ആദരവിൻ്റെയും ആഘോഷത്തിൻ്റെയും ഈ സായാഹ്നം ആരംഭിക്കാം. നിങ്ങൾക്ക് ഏവർക്കും ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി KCAയുടെ സെക്രട്ടറി ശ്രീ വിനോദ് S. കുമാറിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രി ശ്രീ OJ ജനീഷ് അവർ, KCAയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ജോണി ലൂക്കോസ് സാറിനെ പോലും എല്ലാവരും, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മെമ്പേഴ്സ്, അതുപോലെ KCLൻ്റെ ടീം ഓണേഴ്സ്, ടീം മെമ്പേഴ്സ്, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, കേരള ക്രിക്കറ്റ് ലീഗ് നമ്മൾ 2 വർഷം മുമ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്, സാധാരണ നമ്മുടെ ഒരു മലയാളം
ഈ പത്രത്തിൻ്റെ കവറേജ് എന്ന് പറയുന്നത് ക്രിക്കറ്റിന് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളിലെ ലീഗുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് നമുക്കൊരു ലോക്കലി ആ ഒരു വാർത്തകളൊക്കെ ഉണ്ടായാൽ മാത്രമാണ് ലീഗ് സക്സസ്ഫുൾ ആവുള്ളൂ എന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു വിലയിരുത്തൽ. പക്ഷേ ആദ്യത്തെ വർഷം നമ്മളത് സ്പോർട്സ് കവർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും എല്ലാം നമ്മൾ ഷെയർ ചെയ്ത ഒരു കൺസേൺ ആയിരുന്നു. പക്ഷേ ആദ്യത്തെ വർഷത്തെ KCLൻ്റെ കവറേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ക്രിക്കറ്റിന് തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മൾ നോക്കിയാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആക്ടിവിറ്റീസ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് BCCI മത്സരങ്ങളാകട്ടെ, രഞ്ജി ട്രോഫി ആകട്ടെ, അങ്ങനെ എല്ലാ നമ്മുടെ ആക്ടിവിറ്റീസിനും ഇതിനു മുൻപ് എങ്ങാനും കിട്ടിയിട്ടുള്ളതിനേക്കാളും വളരെ അധികം ഒരു കവറേജ് കിട്ടുകയും ഒരു ഇമ്പോർട്ടൻസ് കിട്ടുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും ഈ KCL എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റ് കാരണമാണ്. ശരിക്കും അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയാം. നമ്മൾ എന്നിട്ട് ഫസ്റ്റ് ഇയർ ഈ KCLൻ്റെ ഒരു സക്സസ് വെച്ചിട്ട് കോഫി ടേബിൾ ബുക്കിൻ്റെ പേരും അങ്ങനെ ആയിരുന്നു, KCL ദ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോഫി ടേബിൾ ബുക്ക് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതങ്ങനെ വളരെ സക്സസ്ഫുള്ളായിട്ട് നടന്നു. നമ്മൾ വളരെ കുറച്ച് ലേറ്റായിട്ടാണ് ഈ ഒരു ലീഗിലോട്ട് വന്നത് തന്നെ. നമ്മൾ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ നമ്മുടെ പ്ലെയേഴ്സിന് ഈ IPL ഓപ്ഷനൊക്കെ വേണ്ട അവസരങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് കുറച്ചധികം പ്ലെയേഴ്സിനൊന്നും ഈ IPL ടീമുകളുടെ അവരുടെ ട്രയൽസിനൊന്നും പോകാനുള്ള അവസരം കിട്ടുന്നില്ലായിരുന്നു. മറ്റ് പല സ്റ്റേറ്റുകളും നമ്മളെക്കാളും മുന്നേ ഈ സ്റ്റേറ്റ് ലീഗുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ഈ ഫസ്റ്റ് ഇയറിൽ വിചാരിച്ചത് ഇപ്പോൾ ഉടൻ തന്നെ തുടങ്ങിയില്ല എങ്കിലും നമ്മുടെ പ്ലെയേഴ്സിന് വീണ്ടും പിന്നിലോട്ട് പോകുമെന്ന് ഉള്ളത് വെച്ചിട്ടായിരുന്നു. ഈ ഫസ്റ്റ് ഇയർ KCL എന്ന് പറയുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ സക്സസ്ഫുള്ളായിരുന്നു. അതിന് നമ്മുടെ കളിക്കാരാകട്ടെ, നമ്മുടെ ഓഫീസ് ബെയറേഴ്സ് ആകട്ടെ, അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് മീഡിയ, നമ്മൾ ഇതിന് മുന്നൊന്ന് ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കാണാത്ത രീതിയിൽ ഈ ഒരു ടൂർണമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുകയും, ഇത് കാരണം തന്നെ നമുക്കിപ്പോൾ ഫസ്റ്റ് ഇയറിൽ വിഘ്നേഷ് പുത്തൂറിനെ പോലെ വളരെ ആയിട്ട് ഒരു സീനിയർ ടീമിലൊന്നും കളിക്കാത്ത ഒരാൾ IPL വരെയും മുംബൈക്ക് വേണ്ടി കളിക്കുകയും വളരെയധികം പെർഫോം ചെയ്യുകയും ചെയ്തു. സെക്കൻഡ് ഇയർ ആയപ്പോൾ സഞ്ജു ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു മീഡിയ സപ്പോർട്ട് കിട്ടിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് റെക്കഗ്നൈസ് ചെയ്യണമല്ലോ. കാരണം നമ്മുടെ പല പ്ലെയേഴ്സിനെ ഇപ്പോൾ കേരളത്തിന് വേണ്ടി നല്ല പെർഫോം ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ വിഷ്ണു വിനോദിനെ പോലെയോ മുഹമ്മദ് അസറുദ്ദീനെ പോലെയോ ഒക്കെ IPL കളിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇവരെ ഒന്നും ആരും റെക്കഗ്നൈസ് ചെയ്യില്ലായിരുന്നു. സഞ്ജു മാത്രമാണ് നമുക്കൊരു നോൺ ഫേസ് ആയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും പേരറിയാം, അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമാണ് അറിയാമെന്നുള്ളത്. പക്ഷേ അത് ഒരു ഗോഡ്സ് ഗ്രേസ് ആയിരിക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയുടെ ഫൈനലിലെത്തി. അതും വളരെ ഒരു ത്രില്ലിംഗ് മാച്ചുകളായിരുന്നു. ക്വാർട്ടർ ഫൈനലാകട്ടെ, സെമി ഫൈനലാകട്ടെ, ഈവൻ ഫൈനൽ പോലും നമുക്ക് വളരെ ചെറിയൊരു മാർജിനിലാണ് നമുക്ക് ഫൈനൽ നഷ്ടപ്പെട്ടത്. അപ്പോൾ അന്ന് ആ സമയത്ത് പെർഫോം ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഈ അസറുദ്ദീൻ, അതുപോലെ സൽമാൻ നിസാറൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മുടെ മീഡിയ വളരെയധികം നമ്മുടെ പ്ലെയേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തു. ഇന്നിപ്പോൾ അവരെല്ലാവരും വളരെ നോൺ ഫേസസ് ആണ്. സൽമാൻ നിസാറിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങി. അതുമാത്രമല്ല, ഈ നമ്മുടെ കളിക്കാരെ പറ്റി നല്ല നല്ല സ്റ്റോറീസ് വരാൻ തുടങ്ങി. കാരണം ഒരു ക്രിക്കറ്റിൻ്റെ ഒരു സ്റ്റീരിയോ ടൈപ്പിന് വിരുദ്ധമായിട്ട് ഈ കളിക്കുന്ന കൂടുതൽ കുട്ടികളും വളരെ ഒരു പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവരാണ്. അപ്പോൾ ഈ KCL വരുമ്പോഴാണ് ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയും സാക്രിഫൈസ് ചെയ്ത് ക്രിക്കറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ വളരെ പണമുള്ള വീട്ടിലുള്ള പിള്ളേരൊന്നും അല്ല ഈ കളിക്കുന്നതെന്നുള്ളൊരു ഇതായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. അങ്ങനെ കഴിഞ്ഞ സീസണിൽ ഞാൻ ഓർക്കുന്നു, ഈ കൃഷ്ണദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളൊക്കെ ഈ സ്വിഗ്ഗി ഇതൊക്കെ ചെയ്തിട്ട് ബാംഗ്ലൂർ പോയിട്ട് ചെയ്തിട്ടൊക്കെയാണ് ട്രെയിൻ ചെയ്ത് ആ കിട്ടിയ പൈസ കൊണ്ട്. എന്നിട്ട് അയാൾ കേരള ടീമിൽ വന്നു. നമ്മുടെ ഈ BCCIയുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പായിട്ടുള്ള ഈ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരള ടീമിൽ അംഗമായി. അതെല്ലാം ഈ KCL കാരണമാണ്. നമുക്ക് ഒരു ആയിട്ടുള്ള കുറേ ആൾക്കാരെ നമ്മളിലോട്ട് എത്തിക്കാനായിട്ട് പറ്റി. അപ്പോൾ അങ്ങനെ നമ്മളിത് ആലോചിക്കുമ്പോഴാണ് ഈ മീഡിയ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചെന്തായാലും നമ്മളും അതുപോലെ ഇത് ചെയ്യുന്നത്, അതിനെ റെക്കഗ്നൈസ് ചെയ്യണമല്ലോ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആശയം ഉണ്ടായത്, മീഡിയ അവാർഡ്സ് ഇത് ചെയ്യണം. അപ്പോൾ ഈ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ നല്ല സ്റ്റോറീസ് ചെയ്ത് അങ്ങനെ പല കാറ്റഗറികളിലായിട്ട് നമ്മൾ ഈ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിനെ ഇന്നലെ വളരെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സ്പോർട്സ് മിനിസ്റ്റർ, അദ്ദേഹത്തിനെ ഞാൻ
നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ടീം ഫ്രാഞ്ചൈസിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടുണ്ട്. ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ നമ്മുടെ സ്പെഷ്യൽ ഇൻവൈറ്റീസായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരായിട്ട് പേര് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആദ്യമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അതിന് നമ്മളെ വന്ന് അനുഗ്രഹിച്ച സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് കൂടാതെ പിന്നെ ഈ സ്പോർട്സ് കവർ ചെയ്യുന്നതൊക്കെ നമ്മളുമായിട്ട് എപ്പോഴും നല്ല ബന്ധമുള്ളവരാണ്. അവരെയൊക്കെ ഞാൻ അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ KCL-നും അല്ല മറ്റ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനും സപ്പോർട്ടും ആയിട്ട് നിന്നിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞാൻ നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മെമ്പേഴ്സും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷന് പേര് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. Thank you, Sri Vinod S. Kumar. Thank you for outlining beautifully the purpose behind our gathering here today. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ആ ഒരു സക്സസ് സ്റ്റോറി, വിഘ്നേഷ് പുത്തൂറിൻ്റെ സക്സസ് സ്റ്റോറി. നമ്മുടെ ആദ്യത്തെ സീസണിൽ അദ്ദേഹം ഒരു ഫ്രഷറായി യങ് പ്ലെയറായി കളിക്കാൻ വന്ന് മുംബൈ ഇന്ത്യൻസിൻ്റെ ശ്രദ്ധയിൽ വരികയും ടീമിലേക്ക് എടുക്കും. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു മിന്നുന്ന താരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിഘ്നേഷ് പുത്തൂർ. ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറീസ്, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസസ്, അതൊരു നാഷണൽ ലെവൽ റെക്കഗ്നീഷനിലേക്ക് വന്നതിൽ നിങ്ങളെല്ലാവരും വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. ആ ഒരു പങ്കിനു വേണ്ടി കൂടെയാണ്, അതിനെ ആദരിക്കുന്നതിന് വേണ്ടി കൂടെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. So ladies and gentlemen, this is the KCL Media Awards 2025 and we are ready to kickstart the evening with a video that captures the phenomenal work that you did for KCL last year. Let's take a look. സ്പോർട്സിന് നമ്മെ ഒരുമിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. ഓരോ മികച്ച ടൂർണമെന്റിനു പിന്നിലും മികവാർന്ന കഥകൾ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ. മീഡിയയുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. ഈ സീസണിൽ കളിയുടെ ആവേശവും പോരാട്ട വീര്യവും ഒപ്പിയെടുക്കാൻ മാധ്യമ പ്രവർത്തകർ പ്രകടിപ്പിച്ചത് അസാമാന്യ പ്രൊഫഷണലിസം. വളരെ ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾക്ക് കേരള ക്രിക്കറ്റ് ലീഗ് കൊണ്ടുവരുന്നത്. കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു പൂളുണ്ട്, അത് വളരെയധികം കൂടുന്നതിനാണ്. ബൗണ്ടറി ലൈനുകൾ മുതൽ ചാനൽ സ്റ്റുഡിയോകൾ വരെയും പ്രിന്റിംഗ് പ്രസ്സുകൾ വരെയും മാധ്യമ പ്രവർത്തകരുടെയും ക്യാമറാമാൻമാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും ആവേശം നമുക്ക് കാണാൻ കഴിയും. മികച്ച സ്പോർട്സ് ഫോട്ടോഗ്രാഫിയായിരുന്നു ഇത്തവണ നമ്മൾ കണ്ടത്. ഓരോ ചിത്രത്തിലൂടെയും കളിയുടെ കഥകൾ പറയാൻ നമ്മുടെ ഫോട്ടോ ജേർണലിസ്റ്റുകൾക്ക് കഴിയും. ന്യൂസ് റൂമുകളിലും പുതുമകളുണ്ടായി. ജൻസിയെ ആകർഷിക്കുന്ന രസകരമായ തലക്കെട്ടുകൾ കണ്ടു. ഡെസ്കിലെ കൂട്ടായ്മ ശ്രദ്ധേയമായി. ഒരു മികച്ച സ്പോർട്സ് പേജ് എന്നത് ഒരു പത്രത്തിന്റെ മുഴുവൻ ടീമിന്റെയും വിജയമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന റിപ്പോർട്ടുകളും കേരളം കണ്ടു. സ്റ്റേഡിയത്തിനുള്ളിൽ നിന്ന് വിഷ്വലുകൾ പകർത്താൻ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും ഈ സീസണിൽ മികച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികളിലൂടെയും ആരാധകരുടെ ആവേശം ഒപ്പിയെടുത്തും അവർ വാർത്തകൾക്ക് ഓജസ്സും ജീവനും നൽകി. ഈ പ്രതിബദ്ധതയാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനത്തെ അടയാളപ്പെടുത്തുന്നത്. അതിനുദാഹരണമായിരുന്നു ജീവിതമെന്ന പിച്ചിൽ പ്രയാസങ്ങളുടെ യോർക്കറുകളെ നേരിടുമ്പോഴും അതിൽ പതറാതെ ആത്മവിശ്വാസത്തോടെ ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ചില ജീവിതങ്ങളെ ആ പൊള്ളുന്ന അനുഭവങ്ങളുടെ യാഥാർത്ഥ്യം ചോരാതെ അവതരിപ്പിച്ച റിപ്പോർട്ടുകൾ. അങ്ങനെ കളിക്കൊപ്പം കളിക്കപ്പുറമുള്ള മനുഷ്യരുടെ ജീവിതവും ലോകത്തോട് പറഞ്ഞ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. ഒബിയസ്ലി ഈ ബൗണ്ടറി ലൈൻ, നമ്മളിപ്പോൾ നിൽക്കുന്ന ബൗണ്ടറി ലൈനിനും അപ്പുറം ജനഹൃദയങ്ങളിലേക്ക് ഈ ഒരു KCL സക്സസ് ആക്കാൻ ഒരു മെയിൻ റീസൺ ആയിട്ട് നിന്നത് നിങ്ങളെല്ലാവരുമാണ്. സോ ഐ താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കഠിനാധ്വാനത്തിനും സർഗാത്മകതയ്ക്കും കളിയോടുള്ള ആത്മാർത്ഥതയ്ക്കും കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സ്പോർട്സ് ജേർണലിസത്തിന് സാധ്യത അനന്തമാണ്. നിങ്ങളുടെ ആവേശകരമായ പുതിയ ന്യൂസ് റിപ്പോർട്ടുകൾ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കേരള
കേരളത്തിൽ ക്രിക്കറ്റിന്, കേരളത്തിൻ്റെ യുവതയ്ക്ക് നിങ്ങൾ നൽകി വരുന്ന നിസ്സീമമായ സപ്പോർട്ടിൻ്റെ ആ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ആ വിഷ്വൽസിൽ നമ്മൾ കണ്ടത്. ഒരിക്കൽ കൂടി ബിഗ് 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 ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ആൻഡ് ഓൺ ദാറ്റ് നോട്ട് ഐഡ് ലൈക്ക് ടു ബ്രിങ് ഓൺ സ്റ്റേജ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായർ, our president, for his presidential address. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ യുവജന കായിക മന്ത്രി, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുതിർന്ന മാധ്യമ പ്രവർത്തകർ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സഹഭാരവാഹികളെ, അംഗങ്ങളെ, ഫ്രാഞ്ചൈസി ടീം ഓണേഴ്സ്, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ അവതാരികയും KCA സെക്രട്ടറിയും ഈ കേരള ക്രിക്കറ്റ് ലീഗ് 2 കൊല്ലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ മികച്ച ഒരു ലീഗായി എത്തിയ കാര്യം സൂചിപ്പിച്ചിരുന്നു. KCL 2ാം സീസണോടുകൂടി തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുണ്ടായ ഒരു ലീഗായി മാറി. കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരായിട്ടുണ്ടായിരുന്ന വിമർശനം എന്ന് പറയുന്നത് തമിഴ്നാടും കർണാടകയും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളും തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും KCL എന്ന ഒരു ടൂർണമെൻറ്റിന് തുടങ്ങാൻ KCAക്ക് നടന്നില്ല, അല്ലെങ്കിൽ പറ്റിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ വിമർശനമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് വലിയ തയ്യാറെടുപ്പുകൾ വേണ്ടിയിരുന്നു. അത്തരം ഒരു തയ്യാറെടുപ്പില്ലാതെയായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗ് തുടങ്ങിയിരുന്നെങ്കിൽ ഇതിന്ന് പറയുന്നത് പോലെ നേരെ എതിർ വലിയൊരു പരാജയമായി മാറിയാൻ. അപ്പോൾ എന്താണ് KCA എടുത്ത തയ്യാറെടുപ്പുകൾ? KCA ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പണമുണ്ടെങ്കിൽ കേരള ക്രിക്കറ്റ് ലീഗ് വലിയൊരു ക്യാൻവാസിൽ നടത്താമായിരുന്നു. ഇന്ന് ഒരു അന്താരാഷ്ട്ര മത്സരം എങ്ങനെ നടക്കുന്നു അതേ സ്റ്റാൻഡേർഡിലാണ് കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ക്യാൻവാസ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അവിടെ മികച്ച കളിക്കാരില്ലെങ്കിൽ ഈ ലീഗ് അമ്പയെ പരാജയപ്പെട്ടേനെ. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് മികച്ച ടൂർണമെൻറ്റുകൾ, കേരളത്തിലെ മികച്ച ടൂർണമെൻറ്റുകൾ കണ്ടെത്തി അതിന് ഞങ്ങൾ അംഗീകാരം കൊടുക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അത്തരം ടൂർണമെൻറ്റുകളിൽ പങ്കെടുത്ത് പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഈ KCLൻ്റെ പൂളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ പ്രസിഡൻസ് കപ്പ്, ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്നിങ്ങനെ ടൂർണമെൻറ്റുകൾ, NSK ട്രോഫി തുടങ്ങിയ ടൂർണമെൻറ്റുകൾ നടത്തി. അങ്ങനെ ആ വലിയൊരു തയ്യാറെടുപ്പ് മത്സരങ്ങളും സെലക്ഷൻ മാച്ചുകളും നടന്നതുകൊണ്ടാണ് ഞങ്ങൾ KCL വളരെ താമസിച്ച് തന്നെ തുടങ്ങിയത്. മികച്ച കളിക്കാരില്ലെങ്കിൽ ഡിജിറ്റൽ സ്ക്രീനും ഡിജിറ്റൽ പെരിമീറ്റർ ബോർഡും ലൈവ് ടെലികാസ്റ്റും കൊണ്ടും ഒരു ലീഗ് സക്സസ്ഫുൾ ആകില്ല. അപ്പോൾ അത്തരം വലിയ തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിയതിന് ശേഷമാണ് 2024 1ാം സീസൺ ആരംഭിക്കുന്നത്. അന്ന് ഞങ്ങളുടെ പ്രിയങ്കരനായ സൻലേട്ടൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ആദ്യം ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ലീഗിന് ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അങ്ങനെ സൻലേട്ടൻ്റെ സഹായത്തോടു കൂടിയും നമുക്ക് തീർച്ചയായും അറിയാം, ലാലേട്ടൻ വലിയൊരു ക്രിക്കറ്റ് ഫാനാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ തയ്യാറെടുത്തു എന്നുള്ളത് ഈ ലീഗ് പ്രശസ്തമാകാൻ ഒരു കാരണമാണ്. കൂടാതെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഈ ലീഗിൻ്റെ വിജയത്തിൽ വലിയ ഒരു മുതൽക്കൂട്ടാണ്. അന്താരാഷ്ട്ര സ്റ്റേഡിയമായ സ്പോർട്സ് ഹബിൽ അവിടുത്തെ ഗ്രൗണ്ട്സ്മെൻ മുതൽ ക്യൂറേറ്റർ ബിജു, അങ്ങനെ നിരവധി ഗ്രൗണ്ട് കമ്മിറ്റികൾ, വിവിധതരം കമ്മിറ്റികൾ, ഇവരുടെയും അതുപോലെ തന്നെ KCA ഉദ്യോഗസ്ഥർ, ഇവരുടെയും ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഈ ലീഗിനെ വലിയ ഒരു വിജയമാക്കി, അതും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് വിജയമാക്കാൻ പറ്റിയത്. ടൂർണമെൻറ്റിൻ്റെ പ്രൊഫഷണൽ സൈഡിൽ ചുക്കാൻ പിടിക്കുന്ന CEO മിനു ചിദംബരം, അതുപോലെ അജയ്, രാജേഷ് തമ്പി, അങ്ങനെ നിരവധി ആൾക്കാർ ഇതിനു വേണ്ടി വളരെ ശ്രമകരമായ ജോലി ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ലീഗ് 2 കൊല്ലം കൊണ്ട് തന്നെ വലിയൊരു വിജയമാകാൻ സാധിച്ചത്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ടീം ഫ്രാഞ്ചൈസി ഓണേഴ്സിനെ കുറിച്ചാണ്. ഒരു കച്ചവട കണ്ണോടുകൂടി ഒരു ഫ്രാഞ്ചൈസി ടീം ഓണർ ആയാൽ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു പരാജയമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് ട്രാവൻകൂർ റോയൽസ്, അതിൻ്റെ ഉടമ പ്രിയദർശൻ, അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാനിവിടെ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ തൃശ്ശൂർ റൗണ്ട് സജ്ജാസേട്ട്, അദ്ദേഹം ഇപ്പോഴും വെറ്ററൻ പ്ലെയറും കൂടാണ്.
അപ്പോൾ ഒരു ഇതുമായി ബന്ധപ്പെട്ട് കലാധരനുണ്ട്, ആലപ്പുഴ റിപ്പിൾസിൻ്റെ ഓണർ, അതുപോലെ തന്നെ സർ സോഹൻ റോയ് സാറുണ്ട്. ഇവരെല്ലാം തന്നെ ക്രിക്കറ്റിൽ ഇൻവോൾഡും ക്രിക്കറ്റിനൊരു പാഷനായി കരുതുന്ന ഓണേഴ്സും കൂടെ വന്നു എന്നുള്ളത് മറ്റൊരു വിജയമാണ്. ഞങ്ങളെ സംബന്ധിച്ച് 3-ാം സീസൺ തുടങ്ങാൻ പോവുകയാണ്. ആദ്യത്തെ സീസണിൽ വിജയം കൈവരിച്ചു, യാതൊരു സംശയമില്ല. പക്ഷേ 2-ാം സീസൺ ആയപ്പോൾ അതൊരു വലിയ വിജയത്തിലേക്കാണ് നമ്മുടെ കേസിൽ നടന്നു കയറിയത്, അല്ലെങ്കിൽ സഞ്ചരിച്ച് കയറിയത്. 3-ാം സീസണിൽ കൂടുതൽ കാണികൾ സ്റ്റേഡിയത്തിൽ എത്തുക എന്നുള്ള ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതിൽ ഈ ലീഗ് ഇത്രയും വലിയൊരു വിജയമാക്കാൻ വേണ്ടി അതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് തീർച്ചയായും ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളാണ്. അവരുടെ ഒരു പിൻബലമില്ലായിരുന്നുവെങ്കിൽ ഈ ലീഗ് ഇത്രയും വലിയൊരു വിജയമാകില്ലായിരുന്നു. മുമ്പ് സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ടർമാരുടെ ആ ഒരു അത്ര കണ്ടിട്ടുള്ള ആത്മാർത്ഥമായ ഒരു മനോഭാവം, അതിൽ നിന്നാണ് KCL മീഡിയ അവാർഡ്സ് എന്ന ഒരു പദ്ധതി ഞങ്ങൾ രൂപം കൊടുത്തത്. എല്ലാവരും മികച്ച രീതിയിൽ, സത്യം പറഞ്ഞാൽ ഞാനും ഈ പാനൽ തന്ന അവാർഡ് ലിസ്റ്റ് കണ്ടപ്പോൾ ഞാനും സെക്രട്ടറിയും CEO-യും മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാര്യം ഇന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പം മറ്റുള്ളവരുടെ റിപ്പോർട്ട് കാണുമ്പോഴത്തേക്കും അയ്യോ അവരാണോ അത് മികച്ച രീതിയിൽ ചെയ്തത്. അങ്ങനെ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം ഞങ്ങൾ അതിൻ്റെ പുറത്ത് ഇരുന്നു, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്നുള്ള രീതിയിൽ. തീർച്ചയായും നിങ്ങളുടെ പരിപൂർണ പിന്തുണ തുടർന്നും ഉണ്ടാകണം. ലീഗ് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാര്യം ഇപ്പോൾ IPL-ലൊക്കെ കാണുന്ന പല താരങ്ങളും അവരവരുടെ സ്റ്റേറ്റ് ലീഗിൽ നിന്ന് ഉള്ള പെർഫോമൻസിലൂടെയാണ് വന്നത്. ഇനിയും നമുക്ക് സഞ്ജു സാംസൺമാരുണ്ടാവണം. അത് കണക്കുള്ള ഇഷ്ടംപോലെ താരങ്ങൾ നമ്മുടെ പൂളിലുണ്ട്. എന്തായാലും കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ വീണ്ടും പിന്തുണ ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസൺ ആരംഭിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. Srijit, for once again affirming the gratitude that we have for all of you gathered here. അടുത്തതായി നമ്മുടെ KCL മീഡിയ അവാർഡ്സ് 2025-ൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ആ ചടങ്ങ് നിർവഹിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട യുവജനക്ഷേമ സ്പോർട്സ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ OG ജനീഷ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. KCL-ൻ്റെ മീഡിയ അവാർഡ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ KCI-യുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, ഇത് കഴിഞ്ഞ 2 തവണയായി വളരെ വിജയകരമായി നടപ്പാക്കപ്പെടുകയും 3-ാമത്തെ സീസണ് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ KCL മത്സരങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മാധ്യമങ്ങളെ കൂടി ആദരിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങളിലൊന്ന് അവരെല്ലാം സംസാരിച്ചതിൽ നിന്നും അതുപോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ തന്നെ ഒരു വലിയ പ്രോത്സാഹനവും പിന്തുണയും തന്നെയാണ്. പൊതുവിൽ ഇന്ത്യയെ സംബന്ധിച്ച് ക്രിക്കറ്റ് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഇവൻ്റാണ്. ക്രിക്കറ്റ് കളിക്കാരെ പോലെ അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങളെപ്പോലെ ഇന്ത്യക്കൊക്കെ ആരാധകർ ഒരുപക്ഷെ മറ്റൊരു ഗെയിംസിനും ലഭിച്ചിട്ടുമില്ല. വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ ഫുട്ബോളിനെ വലിയ രീതിയിൽ നെഞ്ചേറ്റുമെങ്കിലും അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുകയും പൊതുവിൽ ഇന്ത്യയുടെ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ക്രിക്കറ്റിന് കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യത
മറ്റ് സ്പോർട്സുകൾക്കോ ഗെയിംസിനോ മറ്റു കാര്യങ്ങൾക്കോ കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഒരുപക്ഷെ ഒരു സിനിമയിൽ ഒരു ചെറിയ റോൾ അഭിനയിച്ച ഒരാൾ പോലും വളരെ പോപ്പുലർ ആവുകയും എന്നാൽ ഇന്ത്യയിൽ ഫുട്ബോളിൻ്റെ രംഗത്തൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ കളിച്ചിരുന്ന പല കളിക്കാരും അവരുടെ വിസിബിലിറ്റി ഇല്ലാതെ വല്ലാതെ നിരാശപ്പെട്ടു പോവുകയും ചെയ്തൊരു വലിയ കാലം നമുക്കുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ക്രിക്കറ്റിലും അത് ആ ഒരു രംഗം നിന്നു. കാരണം മലയാളികളായ ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാവുകയും കടന്നു വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യം വളരെ വളരെ കുറച്ചായിരുന്നു. എന്നാൽ അതേസമയം തന്നെ കേരളത്തിനകത്ത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, നല്ല മികച്ച കളിക്കാരെല്ലാം ഉണ്ടാവുകയും ചെയ്തു. വിസിബിലിറ്റി എപ്പോഴും വലിയൊരു പ്രശ്നമാണ്. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഏതൊരാളെ സംബന്ധിച്ചും, രാഷ്ട്രീയക്കാർക്കും സിനിമാ താരങ്ങൾക്കും മാത്രമല്ല കായിക താരങ്ങളെ സംബന്ധിച്ചും പരിഗണിക്കപ്പെടുക, റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും അതൊരു ആത്മവിശ്വാസം ബാധിക്കുന്ന ഒരു എലമെൻ്റായി കൂടി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ പ്രാക്ടീസും, ഈ പറയുന്ന പ്രാക്ടീസായാലും മറ്റ് അനുബന്ധമായ കാര്യങ്ങളായാലും ഈ പ്രൊഫഷണൽ രംഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് നിരാശപ്പെടാതെ പലപ്പോഴും അവസരങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും കാത്തു നിൽക്കാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യം സാമ്പത്തികമായ സാഹചര്യങ്ങൾ കൂടി അനുകൂലമല്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും ആ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു പോവുകയോ മാറിപ്പോവുകയോ ചെയ്ത ഒരുപാട് ആളുകളുണ്ടാകും. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് വിഘ്നേഷ് പുത്തൂർ ഉൾപ്പെടെയുള്ള കളിക്കാരെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം ഇന്ന് കേരളത്തിനകത്ത് ആഭ്യന്തര ക്രിക്കറ്റിലൂടെ വളരെ പോപ്പുലറായി മാറുകയും വളരെ വിസിബിളായി മാറുകയും മാത്രമല്ല ഇന്ന് ഈ ഇപ്പോൾ മൂന്നാമത്തെ സീസണിൻ്റെ ഓപ്ഷൻ വളരെ തൊട്ടടുത്ത ദിവസം തന്നെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു 3.5 ആരംഭിക്കുന്ന ഒരു ഓപ്ഷനാണ്. അതേ സംബന്ധിച്ച് അതിൻ്റെ ഒരു സാമ്പത്തികമായ മറ്റ് ഘടകങ്ങളെക്കാൾ ഉപരി അത് ഏതൊരാളെ സംബന്ധിച്ചും പ്രൊഫഷണലായി ഈ മേഖലയെ സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഉറച്ചു നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസം കൂടി നൽകുന്നതിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. അപ്പോൾ ഏറ്റവും നല്ല പ്രതിഭയുണ്ടായതുകൊണ്ട് മാത്രമായില്ല, പലപ്പോഴും ജീവിത സാഹചര്യങ്ങളോട് പൊരുതി നിൽക്കാനും റെക്കഗ്നൈസ് ചെയ്യപ്പെടാനും കൺസിഡർ ചെയ്യപ്പെടാനും ആളുകൾക്കിടയിൽ വിസിബിളാകാനും തിരിച്ചറിയപ്പെടാനും ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന KCLൻ്റെ ഈ ഒരു 2 വർഷക്കാലത്തെ ഈ ഒരു പ്രവർത്തനം, ഈ ഒരു ഉദ്യമം, ഈ ഒരു ലീഗ് മത്സരങ്ങൾ തന്നെ വലിയ രീതിയിൽ കേരളത്തിനകത്ത് ക്രിക്കറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിഭകളായ ഒരുപാട് ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഒരു വലിയ അവസരങ്ങൾ അവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് എന്നാൽ ഇന്ന് ക്രിക്കറ്റ് താരങ്ങളായി തന്നെ അറിയപ്പെടുകയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറുകയും അവരുടെ കായിക മേഖലയിൽ തന്നെ അവരുടെയൊക്കെ വളരെ കൃത്യമായി തന്നെ വിസിബിളായപ്പെടുകയും ഒരുപക്ഷെ നാളെയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെയൊക്കെ ഭാഗമായി മാറാൻ കഴിയുന്ന കൂടുതൽ ആളുകളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ KCAക്ക് ഈ ഒരു ഉദ്യമത്തിലൂടെ സാധിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വന്ന സമയത്തും ഇതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ KCAയെ സംബന്ധിച്ച് ഈ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം അത് വളരെ മികച്ച രീതിയിൽ വിജയത്തോടു കൂടി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം കേരളീയരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തുറന്നു വയ്ക്കപ്പെട്ട് കിട്ടുന്ന സാധ്യതകൾ വളരെ അനന്തമാണ്. മാത്രമല്ല മാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നു. സ്റ്റാർ സ്പോർട്സ് പോലുള്ള പ്രധാനപ്പെട്ട ചാനലിൻ്റെ ഇവൻ്റുകളുടെ ഭാഗമായി മാറുന്നു. ഈ മത്സരങ്ങളെല്ലാം തന്നെ മറ്റ് ക്രിക്കറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾ കാണുകയും അല്ലെങ്കിൽ അതിൽ തന്നെ വളരെ വിസിബിളായി തന്നെ ഈ ചെറുപ്പക്കാർ തിരിച്ചറിയപ്പെടുകയും ഇവരൊക്കെ തന്നെ നാളുകളിൽ അവരുടെ താരങ്ങളായി മാറുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിനെ കൂടുതൽ ജനകീയമാക്കിയത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യമാണ്. സ്വാഭാവികമായി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സുഹൃത്തുക്കളെ ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ സ്പോർട്സ് മന്ത്രിയായി വന്നതിന് ശേഷം തന്നെ പരിചയപ്പെട്ടതും അതിനുശേഷമുള്ള പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടപെടുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. വളരെ മൈന്യൂട്ടായി ഒബ്സർവ് ചെയ്യുകയും കായിക മേഖലയിലെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഒബ്സർവ് ചെയ്യുകയും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അവരെല്ലാം ഒരു വാർത്ത ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയെ ഒരു സ്പോർട്സ് താരത്തെ ജനങ്ങൾക്കിടയിൽ നിരന്തരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനത്തിനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുകയും നമ്മുടെ പ്രതിഭകൾ അംഗീകരിക്കപ്പെടുകയും നമ്മൾ കുറേ കൂടി വിസിബിളാവുകയും നമ്മൾ കുറേ കൂടി സൗണ്ടാവുകയും ഫിനാൻഷ്യലിയും അല്ലാതെയും സൗണ്ടാവുകയും കോൺഫിഡൻ്റായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ മാത്രമാണ് ഏതൊരു ഗെയിംസിനെ സംബന്ധിച്ചും ഒരു താരത്തെ സംബന്ധിച്ചൊക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അവസരമാണ് KCL ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ക്രിക്കറ്റ് നമുക്കൊരു വെറും ഒരു കളി മാത്രമല്ല. ക്രിക്കറ്റ് ഒരു കാലഘട്ടം മുഴുവൻ ഇപ്പോഴും നമ്മുടെ ഒരു ദേശീയതയുടെയൊക്കെ ഒരു വലിയ പ്രതിഫലനമായിട്ട് നമ്മളൊക്കെ പലപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. ഒരു ഇന്ത്യ-പാകിസ്ഥാൻ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടന്നാൽ അന്നത്തെ ദിവസം ഒരു വേൾഡ് കപ്പ് ഫൈനൽ നടന്നാൽ അന്ന് ഈ രാജ്യത്തിൻ്റെ ചില മേഖലകളിൽ ഉണ്ടാകുന്ന വലിയൊരു ആവേശമൊക്കെ വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ അത്
അത് പൊളിറ്റിക്കലി കറക്റ്റാണെന്ന് വെച്ചാൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. അങ്ങനെ ശത്രുതയോടുകൂടി മാത്രമാണ് ഒരു കാര്യത്തെ ആസ്വദിക്കേണ്ടതെന്ന് വെച്ചാൽ അല്ല. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റെവിടെയും ഒരു ഇന്ത്യ വീണ്ടും ഒരു ഫൈനൽ കളിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ വീണ്ടും ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പ് എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു രോമാഞ്ചം വളരെ വലുതാണ്. നമുക്ക് തൽക്കാലം ഇന്ത്യ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് ഫിഫ കപ്പ് എടുക്കുന്നതെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഇവൻറ്റ് ഇന്ത്യ ക്രിക്കറ്റിൽ വേൾഡ് കപ്പ് നേടുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കായികവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനം നടത്തുന്ന ചില സ്കൂളുകളിലെ റിപ്പോർട്ടുകൾ വന്നു. പരിമിതമായ സൗകര്യങ്ങളാണ്, അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തലാക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഫയലൊക്കെ വന്നു. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത്, ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ കഴിയുന്ന ഫുട്ബോളും ക്രിക്കറ്റൊക്കെ പരിശോധിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുകയും കപ്പ് എടുക്കുകയും അല്ലെങ്കിൽ വലിയ ആരാധകരുണ്ടാകുകയും ചെയ്യുന്ന ഒന്നാണ് ക്രിക്കറ്റ്. അത് നിർത്തിയാൽ പിന്നെ കായിക വകുപ്പിന് മുന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്ത് പരിമിതമായ സാഹചര്യം ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് അത് തുടരണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തു. ഞാൻ പറഞ്ഞു ആ ഫയൽ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല, കാരണം എനിക്ക് കളിക്കാൻ അറിയുന്ന ആകെ എൻ്റെ ഒരു ശരീരപ്രകൃതിയൊക്കെ വെച്ച് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയാൽ എന്നെ സംബന്ധിച്ച് എത്ര ഭയം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ടില്ല. 1-2 തവണ ഗോൾ പോസ്റ്റിൻ്റെ ബാക്കിൽ പോയി ആരവം കൂട്ടുന്നതിനിടയിൽ പന്ത് വന്ന് മുഖത്തടിച്ച് ബോധം പോയി പോകുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം ആവേശക്കാരെ എല്ലാവരും ബാക്കിൻ്റെ ആളാണ് പോയി ഗോൾ പോസ്റ്റിൻ്റെ ബാക്കിലാണല്ലോ നമ്മൾ നിൽക്കുക. മാത്രമല്ല നാട്ടിൻപുറങ്ങളിൽ നടത്തപ്പെടുന്ന ടൂർണമെൻറ്റുകളുടെ സ്വഭാവം അങ്ങനെയാണ്. ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തോന്നുന്നു കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു പന്ത് പിടിക്കാനെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫിഡൻസ്. ആരെങ്കിലൊക്കെ ഇട്ടുതരുന്നൊരു പന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളതാണ്. ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും തുഴച്ചിലുകാരാണ് നമ്മളൊക്കെ. ബാറ്റ് പിടിച്ച് തുഴയുക എന്നുള്ളതാണ് നമ്മളെ കഴിയുന്ന കാര്യം. പക്ഷേ എങ്കിൽ കൂടി അതൊരു ബാറ്റിംഗ് കഴിഞ്ഞാൽ കളി നിർത്തി പോകുന്ന കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് ഞാനൊക്കെ. ബാറ്റിംഗ് കഴിഞ്ഞിട്ട് ടീമിൽ നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും മുടക്കുണ്ടാക്കി പോയി കളി നിർത്തി പോകുക എന്നുള്ളതാണ്. ഫീൽഡ് ചെയ്യാൻ ഇച്ചിരി മടിയുമുള്ള കൂട്ടത്തിലൊക്കെയാണ്. പക്ഷേ എന്നാൽ കൂടിയും നമ്മൾ ചെറുപ്പകാലം മുതൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള ഒന്ന് ക്രിക്കറ്റാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഫുട്ബോൾ വന്നു തുടങ്ങി. പക്ഷേ അപ്പോഴും നമുക്ക് ഫുട്ബോൾ ആസ്വദിക്കുമ്പോൾ എപ്പോഴും നമ്മൾക്കൊരു ഒരു 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 അപരത്വം ഫീൽ ചെയ്യുന്നത് നമ്മളാരും അതിനില്ലല്ലോ. ഒരു ഇന്ത്യൻ കളിക്കാരനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. ഒരു ഫിഫ വേൾഡ് കപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബ് ടൂർണമെൻറ്റ് കാണുമ്പോൾ ഒരു ഇന്ത്യക്കാരനെ കാണാൻ കഴിയുന്ന ഒരു ആവേശം നമുക്ക് അവിടെ ഉണ്ടാകുന്നില്ല. എന്നാലും ഫുട്ബോൾ നമുക്ക് വലിയ ആവേശമാണ്. ക്രിക്കറ്റിൽ നേരെ തിരിച്ചാണ്. ക്രിക്കറ്റിൽ നമുക്ക് ഇന്ത്യ വേൾഡ് കപ്പ് എടുക്കുന്നു, ഇന്ത്യ 2020 കളിക്കുന്നതിലും എല്ലാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ചെറിയ ക്ലാസ്സുകളിൽ മുതൽ നമ്മൾ പിന്നെ ചെറിയ ക്രിക്കറ്റ് താരങ്ങളുടെ സ്റ്റാർ കാർഡ്സ് വെച്ച് കളിക്കുന്നത് മുതൽ ഏറ്റവും ജനകീയമായ ഒന്ന് ഒരു പക്ഷേ കേരളത്തിനകത്ത് ക്രിക്കറ്റ് തന്നെയാണ്. ഞാൻ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ പ്രായം ചെന്ന എൻ്റെ വല്യമ്മ അവർക്ക് എല്ലാ ക്രിക്കറ്റിലെ എല്ലാ കാര്യങ്ങളും അറിയാം. ചെറിയ ക്ലാസ് മുതൽ ഞങ്ങൾ കാണുന്ന സമയത്ത് ക്രിക്കറ്റ് കാണുന്ന ദിവസം അത് പ്രത്യേകമായിട്ട് സീരിയലുകളില്ല, മറ്റു കാര്യങ്ങളില്ല, അത് കാണാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ കൂട്ടുന്നത്. അപ്പോൾ ക്രിക്കറ്റിന് കേരളത്തിലൊരു ജനകീയ സ്വഭാവമുണ്ട്. അത് കൂടുതലായും മാധ്യമങ്ങൾ കേരളത്തിനകത്ത് ഈ ആഭ്യന്തര ടൂർണമെൻറ്റുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുമുണ്ടാകുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കാലഘട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആരാധിച്ചു, സൗരവ് ഗാംഗുലി ആരാധിച്ചു, ദ്രാവിഡിനെ ആരാധിച്ചു, പിന്നെ കാംബ്ലെ ആരാധിച്ചു, വിനോദ് കുംബ്ലെ ആരാധിച്ചു. അങ്ങനെയൊക്കെയുള്ള കൂട്ടത്തിലേക്ക് നമ്മുടെ മലയാളികളായ കുറേ ചെറുപ്പക്കാർ കടന്നു വരുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ KCLൻ്റെ ഈ ഒരു ലീഗിന് അത് വലിയ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി സാധിക്കും. ആ തരത്തിൽ ഒരുപാട് പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരാൻ KCL ലീഗിന് സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ക്രിക്കറ്റിനോടുള്ള ഒരു പേഴ്സണൽ കണക്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായി പ്രതിഫലിച്ചു. മന്ത്രി മുതൽ മാധ്യമപ്രവർത്തകർ വരെ KCA മെമ്പേഴ്സ് മുതൽ മറ്റ് ഈ റൂമിലുള്ള എല്ലാവരെയും ഒരേപോലെ നമ്മുടെ സിരകളിൽ ക്രിക്കറ്റിനോടുള്ള ഒരു ആവേശം ഒഴുകുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഈ സായാഹ്നത്തെയും ഇത്രമേൽ സുന്ദരമാക്കുന്നത്. താങ്ക് യു ഫോർ ദോസ് വേർഡ്സ്. അദ്ദേഹത്തോടൊപ്പം അവാർഡ് നൽകുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനായി വേദിയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി KCAയുടെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അതുപോലെ നമ്മുടെ KCL ഗവർണിംഗ് കൗൺസിൽ ചെയർമാനായ ശ്രീ നാസിർ മച്ചാനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. The best print comprehensive coverage award goes to Kerala Kaumudi. We request Ansar Raj to come on stage to receive the award. ദൃശ്യമാധ്യമങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഏറ്റവും മികച്ച കോംപ്രിഹെൻസീവ് കവറേജിനുള്ള പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് നേടിയിരിക്കുന്നത്. സനിൽ ഷാ ഏഷ്യാനെറ്റ് ന്യൂസിനെ പ്രതിനിധീകരിച്ച് വേദിയിലെത്തുന്നു. ബെസ്റ്റ് ഓൺലൈൻ കവറേജിനുള്ളതാണ് മാതൃഭൂമി ഓൺലൈൻ. ശ്രീ അജ്മൽ ഫ്രം മാതൃഭൂമി ഓൺലൈൻ കമ്മിങ് ഓൺ സ്റ്റേജ് ടു റിസീവ് ദി അവാർഡ്.
ബെസ്റ്റ് ഓൺലൈൻ കവറേജിനുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൻ. മികച്ച വിഷ്വൽ സ്പോർട്സ് പ്രോഗ്രാമിനുള്ള പുരസ്കാരം നേടിയത് കേരള ക്രിക്കറ്റിന്റെ കളിമുറ്റങ്ങൾ എന്ന പേരിൽ മാതൃഭൂമി ന്യൂസിൽ TS ഹരികൃഷ്ണ ചെയ്ത പരിപാടി. ബെസ്റ്റ് ഹെഡ്ലൈൻ ഇൻ പ്രിന്റ്. ദീപിക എന്ന പത്രത്തിൽ വന്ന a set of stellar headlinesനാണ് നമ്മൾ ഈ പുരസ്കാരം നൽകുന്നത്. ദീപികയിൽ നിന്നും തോമസ് വർഗീസ് വേദിയിലെത്തുന്നു. സ്പെഷ്യൽ സ്റ്റോറി ഇൻ പ്രിന്റ്, അതാണ് നമ്മുടെ അടുത്ത കാറ്റഗറി. റൂക്കീസ് റോക്കറ്റ് പ്രത്യേക സ്റ്റോറി. അശ്വിൻ അശോക് കുമാർ ഫ്രം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ സ്റ്റോറി ചെയ്തത്. ബെസ്റ്റ് സ്പെഷ്യൽ സ്റ്റോറി പ്രിന്റ് സ്പെഷ്യൽ ജൂറി മെൻഷൻ ആണ്. ഇത് നേടിയിരിക്കുന്നത് MR പ്രവീൺ ചന്ദ്രൻ ഫ്രം ദ ഹിന്ദു. ബെസ്റ്റ് ഫോട്ടോ ജേർണലിസ്റ്റിനുള്ളതാണ്. അച്ചടി മാധ്യമത്തിലെ മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള ഈ പുരസ്കാരം നേടിയിരിക്കുന്നത് ശ്രീലക്ഷ്മി ശിവദാസ് ഫ്രം മലയാള മനോരമ. പ്രിന്റ് മീഡിയയിലെ ബെസ്റ്റ് റിപ്പോർട്ടർക്കുള്ള ഒരു സ്പെഷ്യൽ മെൻഷൻ ഇത് നേടിയിരിക്കുന്നത് അൻസാർ രാജ് ഫ്രം കേരള കൗമുദി. അടുത്ത കാറ്റഗറി is for the best reporter in print media. രാകേഷ് കെ നായർ from മാതൃഭൂമി. അടുത്ത കാറ്റഗറി is for the best reporter in print media. അനീഷ് നായർ. അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സഹപ്രവർത്തകനായ ശ്രീ NK ഗിരീഷ് അദ്ദേഹത്തിന് വേണ്ടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി വേദിയിലെത്തുന്നു. അടുത്ത കാറ്റഗറി is for the best reporter in print media. അനിരു അശോകൻ ഫ്രം മാധ്യമം. സ്പെഷ്യൽ മെൻഷൻ പുരസ്കാരമാണ് for the best reporter in visual media. This goes to NK ഗിരീഷ് from മനോരമ ന്യൂസ്. ദൃശ്യമാധ്യമ രംഗത്തെ മികച്ച റിപ്പോർട്ടർക്കുള്ള കാറ്റഗറിയാണ് അടുത്തത്. ശ്രാവൺ കൃഷ്ണ ഫ്രം ഏഷ്യാനെറ്റ് ന്യൂസ്. ബെസ്റ്റ് റിപ്പോർട്ടർ
റിപ്പോർട്ടർ ഇൻ വിഷ്വൽ മീഡിയ നമ്മുടെ രണ്ടാമത്തെ ജേതാവ് മഹേഷ് പോലൂർ ഫ്രം മീഡിയ വൺ. മികച്ച റിപ്പോർട്ടർ ദൃശ്യമാധ്യമം TS ഹരികൃഷ്ണൻ ഫ്രം മാതൃഭൂമി ന്യൂസ്. നമുക്കറിയാം കേരളത്തിന്റെ ക്രിക്കറ്റ് ആവേശത്തിന് പുതിയൊരു മുഖവും ഭാവവും ഒക്കെ നൽകാൻ വേണ്ടിയാണ് കേരള ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞ വർഷം ഔദ്യോഗികമായി നമ്മുടെ ഭാഗ്യ ചിഹ്നങ്ങൾ പ്രകാശനം ചെയ്തത്. അതിനുശേഷം ഭാഗ്യചിഹ്നങ്ങളുടെ പേര് നിർണ്ണയിക്കാനുള്ള ആ ഒരു അവസരം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനങ്ങൾക്ക് നൽകി. അങ്ങനെ അവരിൽ നിന്ന് ലഭിച്ച 100 കണക്കിന് നിർദ്ദേശങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നിർദ്ദേശിച്ച പേരുകളാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയും ക്രിക്കറ്റിൻ്റെ ഒരു ആധുനിക ആവേശവും വിനോദവും ഒക്കെ ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ബാറ്റ് ഏന്തിയ കൊമ്പനാനയ്ക്ക് വീരു എന്നും, അതിജീവന ശേഷിയുടെയും ലക്ഷ്യബോധത്തിൻ്റെയും സന്ദേശം നൽകുന്ന ബോൾ കയ്യിൽ ഏറ്റിയ മലമുഴക്കി വേഴാമ്പലിന് നമ്മൾ ചാരു എന്നും പേര് നൽകി. ഈ പേരുകൾ നിർദ്ദേശിച്ച 2 ഭാഗ്യശാലികൾക്ക് നമ്മൾ ഇന്ന് ഈ വേദിയിൽ വെച്ച് സമ്മാനം നൽകുകയാണ്. അതിനായി നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്രീ രഘുചന്ദ്രൻ നായരെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വീരുവിനും ചാരുവിനും ആ പേരുകൾ നൽകിയ 2 പേരെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. അമ്പിളി അഭിമന്യു ആൻഡ് മുരളീധരൻ TK. ആദ്യം വേദിയിലേക്ക് വരുന്നത് അമ്പിളി അഭിമന്യു. That's അമ്പിളി അഭിമന്യു. ഇനി വേദിയിലെത്തുന്നത് മുരളീധരൻ TK. അടുത്തതായി ഒരു വിശിഷ്ട വ്യക്തിയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത്. നമ്മുടെ KCLൻ്റെ ഒരു സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മളിവിടെ പല പല കാര്യങ്ങൾ പരാമർശിച്ചെങ്കിലും അതിനെ ഒരു ഏകോപിപ്പിച്ച് ഇതിന് എന്തൊക്കെ സാമൂഹ്യമായി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മളോട് കൃത്യമായി സംസാരിക്കാനായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ MB സനിൽകുമാറിനെ ഞാൻ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, മറ്റ് ഗസ്റ്റ് ലീഡേഴ്സ് ഓഫ് KCA, പാർട്ട്നേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദ വിഷണറീസ് ഡ്രൈവിംഗ് ദ കേരള ക്രിക്കറ്റ് ലീഗ്. ഞാനൊരു 2 മാസം മുമ്പ് പൃഥ്വിരാജ് പങ്കെടുത്ത ഒരു KCLൻ്റെ ഫംഗ്ഷനിൽ വെച്ചിട്ട് എന്നെ എന്തിനോ സംസാരിക്കാൻ വിളിച്ചു. ഞാനൊരു 3 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അന്ന് 3 മിനിറ്റ് സംസാരിച്ചത് കുറച്ചുകൂടി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും സെക്രട്ടറിയും CEO-യും എന്നെ ഇതിനെ പ്രേരിപ്പിച്ചത്. 6 മിനിറ്റ് ഞാൻ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് KCL എന്നാണ്. ആമുഖമായി നമുക്കൊരു കാര്യം, ഞാൻ എന്തെങ്കിലും പറയുന്നതിന് പകരം ഞാൻ എഴുതിക്കൊണ്ടുവരികയായിരുന്നു, ഇല്ലെങ്കിൽ കാട് കയറി പോകുമെന്ന് പേടിച്ചിട്ട്. നമുക്കൊരു കാര്യം വിഷ്വലൈസ് ചെയ്യാം. ഈ മുറിക്ക് പുറത്തേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചാൽ കൊച്ചിയിലോ കോഴിക്കോട്ടോ ആലപ്പുഴയിലോ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ ഉള്ള ഒരു കുടുംബം വൈകുന്നേരം 7 മണിക്ക് ഒരു KCL മത്സരം കാണാൻ TV-ക്ക് മുന്നിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ടിക്കറ്റ് എടുത്ത് സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ അവർ യഥാർത്ഥത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും അവർക്ക് നല്ല ക്രിക്കറ്റ് കാണണം. ബൗണ്ടറികളും സിക്സറുകളും വിക്കറ്റുകളും ഗംഭീര ക്യാച്ചുകളും ആവേശകരവും ഉദ്വേഗജനകമായ നിമിഷങ്ങളും കാണണം. എന്നാൽ അതിനുമൊക്കെ ഉപരിയായി അവരൊരു പ്രധാന കാര്യം ആഗ്രഹിക്കുന്നുണ്ട്: എൻ്റർടൈൻമെൻറ്റ് അഥവാ മികച്ച വിനോദം. ഇവിടെ ഇരിക്കുന്നവരും ഗസ്റ്റുകൾ, മീഡിയ പേഴ്സണാലിറ്റീസ്, ഫ്രാഞ്ചൈസി ഉടമകൾ, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരും ക്രിക്കറ്റിനോടുള്ള വലിയ ആവേശം കൊണ്ടാണ് KCLൻ്റെ ഭാഗമായിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനവും വളർച്ചയും ഉറപ്പാക്കണമെങ്കിൽ KCLനെ വെറുമൊരു ടൂർണമെൻറ്റായി മാത്രമല്ല
ഒരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സായി കൂടി കാണാൻ എല്ലാവർക്കും സാധിക്കണം. പഴയ സ്പോർട്സ് രീതികളിൽ മൂല്യം, അതായത് വാല്യൂ അളക്കുന്നത് കളിക്കളത്തിലെ ആ 40 ഓവറുകൾ മാത്രമായിട്ടാണ്, അല്ലെങ്കിൽ ആയിരുന്നു. ടീം ജയിച്ചാൽ ബ്രാൻഡിൻ്റെ മൂല്യം കൂടും, തോറ്റാൽ ആളുകൾക്ക് താല്പര്യം കുറയുന്നതുകൊണ്ട് ബ്രാൻഡ് വാല്യൂ കുറയും. എന്നാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിൽ കളി എന്നത് വെറുമൊരു തുടക്കം മാത്രം. ഇറ്റ്സ് ജസ്റ്റ് ആൻ ആങ്കർ. അതിനു ചുറ്റും നിർമ്മിക്കപ്പെടുന്ന വൈകാരികമായ ബന്ധവും ഡ്രാമയും കമ്മ്യൂണിറ്റിയും ആവേശവുമാണ് യഥാർത്ഥ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ വിജയിക്കണമെങ്കിൽ നമ്മുടെ സാമ്പത്തിക ചിന്താഗതിയിൽ വലിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണുന്ന പെട്ടെന്നുള്ള ലാഭത്തിലേക്കോ ബാലൻസ് ഷീറ്റിലെ ഇപ്പോഴത്തെ നെറ്റ് വർത്തിലേക്കോ നോക്കി നിങ്ങൾ ദയവായി ഉത്കണ്ഠപ്പെടരുത്. ഇത് ഫ്രാഞ്ചൈസികളോടുള്ള ഒരു റിക്വസ്റ്റാണ്. മോഡേൺ സ്പോർട്സ് ഫ്രാഞ്ചൈസികൾ എന്നത് പാരമ്പര്യമായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റോ റീറ്റെയിൽ ഷോപ്പോ പോലെ അല്ല. ഇത് വെറുമൊരു നെറ്റ് മാർജിൻ കളിയല്ല, ഇതൊരു വാല്യുവേഷൻ്റെ ഗെയിമാണ്. പലരും വിചാരിക്കുന്നത് വിനോദരംഗത്തെ രാജാവ് അഥവാ കിങ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് സിനിമയാണെന്നാണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള കണക്കുകൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ് ഇന്ന് സിനിമാ വ്യവസായത്തെ മറികടന്ന് മുന്നേറുകയാണ്. ഇതെനിക്ക് പറഞ്ഞത് തന്നെ ശ്രീ പ്രിയദർശനാണ്, ഫസ്റ്റ് ലീഗിൽ. അതുകൊണ്ടാണ് അദ്ദേഹം സിനിമ വിട്ടുവന്നതല്ല, സിനിമയോടൊപ്പം ഒരു ടീമിൻ്റെ ഉടമയും കൂടി ആയത്. എന്നാൽ ലോകമെമ്പാടുമുള്ള കണക്കുകൾ നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ന് സിനിമയ്ക്ക് മുകളിലാണ് സ്പോർട്സ് അല്ല, സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ്. ഒരു സിനിമ 2 മണിക്കൂർ കൊണ്ട് തീരും. എന്നാൽ ഒരു സ്പോർട്സ് ഫ്രാഞ്ചൈസി വർഷത്തിൽ 365 ദിവസവും ആളുകളുടെ മനസ്സിലുണ്ടാവും. സിനിമ എന്നത് പ്രധാനമായും ടിക്കറ്റ് വിൽപ്പനയുടെയുള്ള അല്ലെങ്കിൽ സാറ്റലൈറ്റും OTTയും പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നുണ്ടാകുന്ന റവന്യൂ ആണ്. എന്നാൽ സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ് എന്നത് ഒരു ജനതയുടെ കൂട്ടായ്മയാണ്. ലോകമെമ്പാടുമുള്ള സിനിമാ കളക്ഷനുകൾ ഇന്നൊരു പരിധിയിൽ നിൽക്കുമ്പോൾ സ്പോർട്സ് മീഡിയ റൈറ്റ്സ് ലക്ഷങ്ങൾ കടന്ന് കോടികളിലേക്ക് കുതിച്ചു കഴിഞ്ഞു. നമ്മൾ മത്സരിക്കുന്നത് മറ്റ് ക്രിക്കറ്റ് ലീഗുകളോടല്ല, മറിച്ചൊരു ശരാശരി മലയാളി കുടുംബത്തിൻ്റെ പ്രൈം ടൈം വിനോദ സമയത്തിന് വേണ്ടിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. IPL പ്രമുഖ ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ RCB ഔദ്യോഗിക കമ്പനി രേഖകൾ എടുത്തു നോക്കൂ. അവരുടെ ആകെ പെയ്ഡ് ക്യാപിറ്റൽ വെറും 1.5 ലക്ഷം രൂപ മാത്രമായിരുന്നു. അപ്പോൾ കമ്പനി തുടങ്ങുമ്പോൾ ഞങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ട്സും അല്ലെങ്കിൽ തുടങ്ങാൻ വരുന്നതിനും പറയുന്നത് അങ്ങനെയാണ്, നമുക്ക് 1 ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം എത്ര ക്യാപിറ്റൽ കാണിക്കണോ അതിനനുസരിച്ച് ഫീസ് കൊടുക്കണമല്ലോ. അങ്ങനെ തുടങ്ങിയൊരു കമ്പനിയാണ്. വെറും 1.5 ലക്ഷം രൂപ. അവരുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിലെ റവന്യൂ ഏകദേശം 500 കോടി രൂപയായിരുന്നു. അത് തുടക്കത്തിലല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ. നമ്മുടെ ഒരു സാധാരണ കണക്ക് വെച്ച് നോക്കിയാൽ 500 കോടി ടേൺ ഓവറുള്ളൊരു കമ്പനിക്ക് എത്ര മൂല്യം കാണും? പരമാവധി അതിൻ്റെ ചില ഇരട്ടികൾ മാത്രം. എന്നാൽ കഴിഞ്ഞ ഈ 2026 മാർച്ചിൽ ഈ ഫ്രാഞ്ചൈസി ഒരു ചരിത്രപരമായ വിൽപ്പന നടന്നു. ആഗോള മദ്യവ്യവസായ ഭീമനായ ഡിയാജിയോ തങ്ങളുടെ 100% ഓഹരികളും വിറ്റൊഴിഞ്ഞപ്പോൾ അത് വാങ്ങാനെത്തിയത് ഇന്ത്യയിലെ പ്രമുഖ കോർപ്പറേറ്റ് ഗ്രൂപ്പായ ആദിത്യ ബിർളയും ടൈംസ് ഗ്രൂപ്പും ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടായ ബ്ലാക്ക് സ്റ്റോണും ചേർന്ന് ഒരു വമ്പൻ സഖ്യമാണ്. അവർ RCBക്ക് നൽകിയ വില 16,660 കോടിയായിരുന്നു. അതായത് $1.78 ബില്യൺ. ഓർത്തു നോക്കൂ, 1.5 ലക്ഷം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തുടങ്ങിയൊരു കമ്പനി മാക്സിമം 20 വർഷമായി കാണുമെന്ന് തോന്നുന്നു. 2028 ഈ ടീം ആദ്യമായി വാങ്ങിയ വിലയേക്കാൾ എത്ര ഇരട്ടി ലാഭത്തിലാണ് 2026 കൈമാറ്റം നടന്നത്. ട്രോഫികൾ ഒന്നുമില്ലാതിരുന്നിട്ടും അവരൊരിക്കലും വിന്നറായിരുന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം.
ഇതിനകത്ത് കുറച്ച് ചില കാര്യങ്ങൾ തെറ്റാകാൻ ഞാൻ എൻ്റെ കുറച്ച് കണ്ടുപിടുത്തങ്ങളിൽ തെറ്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ അവർക്ക് ട്രോഫീസ് ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ട്രോഫികളൊന്നുമില്ലാതെ നിന്നിട്ടും കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ വെറും 1.5 ലക്ഷം രൂപയായിരുന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സ് ഈ ടീമിന് 16,600 കോടിയിലധികം രൂപ നൽകി. കാരണം അവർ നോക്കിയത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലെ അക്കൗണ്ടിങ് നെറ്റ്വർത്ത് ആയിരുന്നില്ല, മറിച്ച് ആ ബ്രാൻഡ് കെട്ടിപ്പടുത്ത ജനപിന്തുണയും അതിൻ്റെ ഫ്യൂച്ചർ വാല്യുവേഷനുമാണ്. ഇതാണ് സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് മോഡൽ. ജനങ്ങളുടെ ഹൃദയം കവർന്ന് നമ്മളൊരു അസറ്റ് നിർമ്മിച്ചെടുത്താൽ വാല്യുവേഷൻ അതിൻ്റെ വഴിക്ക് വന്നുകൊള്ളും. അതുതന്നെയാണ് KCLൽ നമ്മളും ആവർത്തിക്കേണ്ടത്. RCB മാത്രമല്ല, IPL ഏറ്റവും ജനപ്രിയ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സ് CSK, അവരുടെ കഥയും വ്യത്യസ്തമല്ല. ആ കമ്പനി രേഖകൾ പ്രകാരം പെയ്ഡപ്പ് ക്യാപിറ്റൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു, 3.8 crores, 3.8 കോടി രൂപ ആയിരിക്കവേ ഓഡിറ്റ് റിപ്പോർട്ടിലെ ബുക്ക് നെറ്റ്വർത്ത് വെറും 680 കോടി രൂപയായിരുന്നു. ഇത് ഞാൻ തുടക്കത്തിലല്ല പറയുന്നത്, ഒരു 8 വർഷം കഴിഞ്ഞപ്പോഴുള്ള കഥയാണ്. ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളിൽ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങൾ കാരണം തുടർച്ചയായി നഷ്ടം രേഖപ്പെടുത്തിയ ഘട്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ മൂല്യം കുറഞ്ഞിട്ടേയില്ല. കാരണം അവർ കെട്ടിപ്പടുത്തിയത് യെല്ലോ ആർമി എന്ന ജനങ്ങളുടെ വികാരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് യൂണിക്കോണായി മാറി CSK. $1 ബില്യൺ വാല്യുവേഷനിലേക്ക് അവർ ഉയർന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിൻ്റെ വാല്യുവേഷൻ നിശ്ചയിക്കുന്നത് ആളുകളുടെ ശ്രദ്ധയും വൈകാരികമായ പിന്തുണയും സാംസ്കാരികമായ സ്വാധീനവുമാണ്. ഈ വാല്യുവേഷൻ ഗെയിം തന്നെയാണ് നമ്മൾ കേരള ക്രിക്കറ്റ് ലീഗിലും ലക്ഷ്യം വെക്കേണ്ടത്. നിങ്ങൾ ജനങ്ങളുടെ ഹൃദയം കവർന്നാൽ വാല്യുവേഷൻ അതിൻ്റെ വഴിക്ക് വന്നുകൊള്ളും. 2026 ഇന്ത്യൻ അൺലിമിറ്റഡ് ഷെയർ മാർക്കറ്റിൽ CSKയുടെ യഥാർത്ഥ വിപണി മൂല്യം അഥവാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 10,000 കോടി രൂപയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗ് വെറുമൊരു കായിക മത്സരം മാത്രമല്ല, കേരളത്തിലൊരു പുതിയ സ്പോർട്സ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് തുടക്കമിട്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ചുകൊണ്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റ്, ടൂറിസം, മീഡിയ, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ KCLന് കഴിഞ്ഞു, ഇനിയും കഴിയും. സ്പോൺസർഷിപ്പിലൂടെയുള്ള വാണിജ്യ സാധ്യതകളുടെയും കോർപ്പറേറ്റുകളുടെയും കായിക രംഗത്തെയും ഒന്നിപ്പിക്കുന്ന ഒരു സുസ്ഥിരമായ ബിസിനസ് മാതൃകയാണ് ഈ ലീഗ്. സുസ്ഥിരമായ തത്സമയ സംപ്രേഷണങ്ങളിലൂടെ ഒരു മികച്ച കായിക കേന്ദ്രം എന്ന നിലയിൽ കേരളത്തിൻ്റെ പെരുമ ആഗോളതലത്തിൽ ഉയർത്താനും ഇതിനായി സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം പുതിയ പ്രതിഭകളെ വാർത്തെടുക്കാനുമുള്ള മികച്ചൊരു വേദിയും കൂടിയാണിത്. കേരളത്തിലെ വളർന്നു വരുന്ന താരങ്ങൾക്ക് പ്രമുഖ കളിക്കാർപ്പ് മത്സരിക്കാനും IPL ഫ്രാഞ്ചൈസികളുടെയും നാഷണൽ സെലക്ടർമാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാനും KCL അവസരമൊരുക്കുന്നു. ജില്ലകൾ തിരിച്ചുള്ള ഫ്രാഞ്ചൈസി രീതി പ്രാദേശികമായ കൂട്ടായ്മയും ആരോഗ്യപരമായ മത്സരബുദ്ധിയും വളർത്തുന്നതിനൊപ്പം ക്രിക്കറ്റിനെ ഒരു കരിയറായി തിരഞ്ഞെടുക്കാൻ യുവാക്കൾക്ക് പ്രചോദനമേകുകയും ചെയ്യുന്നു. ഒപ്പം ക്രിക്കറ്റിനെ കായിക രംഗത്തെ വികസനത്തിൻ്റെ ചാലകശക്തിയാക്കി മാറ്റാനും കഴിഞ്ഞു എന്നതിലാണ് KCLൻ്റെ വിജയം. മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, സ്പോർട്സ് അക്കാഡമികൾ, സ്പോർട്സ് മെഡിസിൻ എന്നിവയിലെ നിക്ഷേപങ്ങൾ വഴി സംസ്ഥാനത്ത് ഒരു ആധുനിക സ്പോർട്സ് എക്കോസിസ്റ്റം രൂപപ്പെടുത്താൻ ഇതിന് അൺലിമിറ്റഡ് സാധ്യത മുന്നിലുണ്ട്. വലിയ കായിക മാമാങ്കങ്ങൾ ആതിഥേയത്വം വഹിക്കാൻ കൽപ്പുള്ള കേന്ദ്രമായ കേരളത്തെ മാറ്റാനും ഇതിലൂടെ കഴിയും. വരും വർഷങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അന്താരാഷ്ട്ര താരങ്ങളെ വളർത്തിയെടുക്കാനും ഇന്ത്യയിലെ പ്രൊഫഷണൽ സ്പോർട്സിൻ്റെ മുൻനിര കേന്ദ്രമായ കേരളത്തെ മാറ്റാനും KCLന് സാധിക്കുമെന്നതിൽ തർക്കമില്ല. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ വലിയൊരു സാധ്യതയ്ക്ക് മുകളിലാണ് ഇരിക്കുന്നത്. കായിക രംഗത്തോട് വലിയ താല്പര്യമുള്ളവരാണ് മലയാളികൾ. ഒപ്പം തന്നെ സിനിമയും സംഗീതവും ഉത്സവങ്ങളും നല്ല കഥകളും ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന സാംസ്കാരിക പശ്ചാത്തലവും നമുക്കുണ്ട്. നല്ല ഉള്ളടക്കങ്ങളെ, ഗുഡ് കോണ്ടൻറ്റ് എങ്ങനെ നെഞ്ചിലേറ്റണമെന്ന് മലയാളിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഫ്രാഞ്ചൈസികൾ ഈ ലീഗിനെ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് ആക്കുക. അങ്ങനെ ഈ പ്രാദേശിക താല്പര്യങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക എന്നാണ് അർത്ഥം. മികച്ച ഡിജിറ്റൽ കോണ്ടൻറ്റുകളിലൂടെയും BTS, അതായത് ബിഹൈൻഡ് ദ സീൻസ് ദൃശ്യങ്ങളിലൂടെയും നിങ്ങളുടെ കളിക്കാരെ ജനപ്രിയ ഹീറോകളാക്കി മാറ്റണം. ഒരു ആരാധകൻ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ മ്യൂസിക്കും ഫുഡും എനർജിയും എല്ലാം ചേർന്ന് അവർക്ക് ആ ഒരു മാസത്തെ ഏറ്റവും മികച്ച ഒരു സായാഹ്നം സമ്മാനിക്കാൻ
കഴിഞ്ഞാൽ ഇതൊരു വലിയ വിജയമായി മാറ്റാൻ പറ്റും ഏത് ഫ്രാഞ്ചൈസിക്കും. KCLനെ നമ്മളൊരു പ്രീമിയം എൻ്റർടൈൻമെൻറ്റ് പ്രോഡക്റ്റാക്കി മാറ്റുമ്പോൾ എല്ലാവർക്കും നേട്ടമാണ്. സ്പോൺസർമാർ വെറുമൊരു ജേഴ്സിയിലെ ലോഗോ ആയിട്ടല്ല നിങ്ങളെ കാണുക, മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന ഒരു വലിയ മീഡിയ പ്ലാറ്റ്ഫോം ആയിരിക്കും. ആരാധകർ വെറും കാഴ്ചക്കാരായിരിക്കില്ല, നിങ്ങളുടെ ഫ്രാഞ്ചൈസിൻ്റെ ഭാഗമായി മാറും. നിങ്ങളുടെ ബ്രാൻഡ് വെറും ഒരു സീസണൽ ടൂർണമെൻ്റ് എന്നതിനപ്പുറം വർഷം മുഴുവൻ മൂല്യം തരുന്ന ഒരു വലിയ ഡിജിറ്റൽ അസറ്റായി മാറും. കളിക്കളത്തിൽ ട്രോഫികൾ നേടുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്നതും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതും കളിക്കളത്തിന് പുറത്താണ്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് കേരളത്തിൻ്റെ ഒരു മികച്ച വിനോദ അനുഭവം സമ്മാനിക്കാം. കേരള ക്രിക്കറ്റ് ലീഗിനെ രാജ്യത്ത് തന്നെ ഏറ്റവും ആവേശകരമായ മൂല്യമുള്ളതുമായ റീജിയണൽ ലീഗാക്കി മാറ്റാം. ലെറ്റ്സ് പ്ലേ ടു വിൻ ആൻഡ് ടു എൻ്റർടൈൻ. play the game. നന്ദി, നമസ്കാരം. Thank you, Shri M.B. Sanilkumar, for that detailed report on the socio-economic impact of KCL and the possibilities and potential that we have ahead of us. ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇന്ന് ഇവിടെ എത്തിയ 2 വിശിഷ്ട വ്യക്തികൾക്ക് നമ്മൾ ഒരു സ്നേഹ സമ്മാനം ഇപ്പോൾ നൽകാൻ പോവുകയാണ്. അതിന് വൺസ് അഗൈൻ ഐഡ് ലൈക്ക് ടു ഹാവ് അവർ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി ബാക്ക് ഓൺ സ്റ്റേജ്. KCAയുടെ 2 ഓഫീസ് ബെയറേഴ്സിനെയും തിരികെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് ദേ വിൽ ബി പ്രസന്റിംഗ് എ ടോക്കൺ ഓഫ് അവർ അപ്രീസിയേഷൻ ടു ശ്രീ ജോണി ലൂക്കോസ് ആൻഡ് ശ്രീ അഭിലാഷ് മോഹൻ. വി റിക്വസ്റ്റ് യു ടു കം ബാക്ക് ഓൺ സ്റ്റേജ്. രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇത്തവണ നമ്മൾ സാക്ഷ്യം വഹിച്ചത് KCL മീഡിയ അവാർഡ്സിനാണ്. എന്നാൽ ദിസ് ഇസ് ദ ബിഗിനിങ് ഓഫ് സംതിങ് ബിഗ്. അടുത്ത വർഷം മുതൽ KCAയുടെ ഒരു വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും കവർ ചെയ്യുന്ന പത്രപ്രവർത്തന ജേർണലിസം മികവിനുള്ള KCA അവാർഡ്സുമായാണ് അടുത്ത വർഷം കൂടുതൽ മികവുമായി നമ്മൾ വരാൻ പോകുന്നത്. സോ ഗെറ്റ് റെഡി എവ്രിവൺ ഫോർ ദാറ്റ്. താങ്ക് യു വൺസ് അഗൈൻ for your presence at this event. ഇനി ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഔപചാരികമായ നന്ദി പ്രകാശനം നടത്തുന്നതിന് വേണ്ടി ഞാൻ KCL ഗവർണിംഗ് കൗൺസിൽ ചെയർമാൻ ശ്രീ നാസർ മച്ചാനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, നമസ്കാരം. KCL സീസൺ 3 ആവേശകരമായ തുടക്കം കൂടിയായ ഈ പ്രഥമ KCA മാധ്യമ പുരസ്കാര നിശയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ക്രിക്കറ്റിനെയും KCLനെയും എക്കാലവും പിന്തുണക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെ ആദരിക്കുന്ന ഈ വേദിയിൽ എന്നിൽ നിക്ഷിപ്തമായ നന്ദി പ്രകാശത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ OJ ജനീഷ് കുമാറിന് KCയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ ഹീറോകളായ പുരസ്കാരം ഏറ്റുവാങ്ങിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങളും സ്നേഹം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥികൾക്കും KCLന്റെ ശബ്ദവും കരുത്തുമായി എക്കാലവും ഒപ്പമുള്ള മുഴുവൻ പത്ര, ദൃശ്യ, ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി ഈ പരിപാടിക്ക് മികച്ച നേതൃത്വം നൽകിയ KCA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് V. നായർ, സെക്രട്ടറി വിനോദ് S. കുമാർ എന്നിവർക്കും മറ്റ് KCA ഭാരവാഹികൾക്കും ഔപചാരികതയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അവാർഡ് നിശ വൻ വിജയമാക്കി തീർത്ത ഓരോരുത്തർക്കും KCAയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.